ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ചക്കക്കുരു വെച്ചിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നതാണ്. ചക്കക്കുരു വറുത്തെടുത്ത് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിനി പൊടിച്ചെടുക്കണം. ഇത് പഞ്ചസാര കാരമൽ ചെയ്തതാണ്. 2 മുട്ട, ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്, മൈദയല്ല, സൺഫ്ലവർ ഓയിൽ. പിന്നെ വേണ്ടുന്നത് നമ്മളെ ഇത് വാനില എസൻസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പഞ്ചസാര വേണം. അപ്പോൾ ഞാൻ പഞ്ചസാരയും മുട്ടിയെല്ലാം കൂടി മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇത് ഒരുപാട് ലെങ്തായി പോകണ്ടെന്ന് വെച്ചിട്ട് ഞാനെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചതാണ്. ചക്കക്കുരു എല്ലാം വറുത്തെടുത്ത് എന്നിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് വെച്ചതാണ്. ഇനി ഇത് പൊടിച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ നമ്മൾ ചക്കക്കുരുവിനെ കൊണ്ടാണല്ലോ കേക്കാക്കുന്നത്. അപ്പോൾ അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചക്കക്കുരു തന്നെ മുറിച്ച് വെച്ചതാണ്. ഇത്രയും സാധനങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഗൈസ്. അപ്പോൾ വരൂ, ഞാനിത് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നു. അത് എന്നിട്ട് കാണാം. ചക്കക്കുരു ഇതാ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മുട്ടയെടുത്തിട്ട് മിക്സിയിലേക്ക് ഉടച്ച് വെക്കാം. പഞ്ചസാര, മുട്ട, ഇതെല്ലാം ചെയ്യാം. ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ. അപ്പോൾ കുറച്ച് പഞ്ചസാര എടുക്കാം. അത് ഒരുപാട് മധുരം ആക്കുന്നില്ല ഞാൻ, അതുകൊണ്ട് ആവശ്യത്തിന് പഞ്ചസാര കുറച്ച് എടുക്കുന്നുണ്ടേ. ഒരു ചെറിയൊരു മധുരം, കേക്കിന് എന്തായാലും മധുരം വേണമല്ലോ നമുക്ക്, അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, പഞ്ചസാരയിൽ ഉറുമ്പുണ്ട്, ഒരു ചെറിയൊരു. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് മുട്ട എന്ന് പറയും, മുട്ട ഒഴിച്ച് ഒഴിക്കട്ടെ. 2 മുട്ടയാണ് എടുക്കുന്നത്. 2 മുട്ട. ഓക്കെ, ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. അതും ഒഴിക്കട്ടെ. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും റെഡിയായി. ഇനി ഞാനിത് നല്ല വൃത്തിയിൽ അടിച്ചെടുത്തിട്ട് വരുന്നു. ഇതിൽ വാനില എസൻസ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ മുട്ടേൻ്റെ മണം ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ആ മുയിങ്ങ് മണം പോലത്തെ മണം അങ്ങ് പോവും. വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. ഇതും ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇത് അടിച്ചെടുത്ത് വന്നിട്ട് ഒഴിച്ചു കൊടുക്കാം, അതാണ് നല്ലത്. ഇതും കൂടി ആ മുട്ടേൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതാ ഗൈസ്, ഞാനിതാ ചക്കക്കുരു ഇട്ട് എല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാ മുട്ടയും സൺഫ്ലവർ ഓയിലും നമ്മുടെ പഞ്ചസാര ആക്കിയതും എല്ലാം ഇതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട്. കാരമൽ ചെയ്തിട്ടില്ലേ നമ്മൾ പഞ്ചസാര, അതുമല്ല, അതാണ് ഇപ്പോൾ ഈ കളറ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് ഏലക്കായൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കണ്ടേ. നമ്മളെ ഏലക്കായൻ്റെ പൊടി പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ് ഗൈസ്. ഇത് കുപ്പിയിലാക്കി വെച്ചതാണ്. അപ്പോൾ അതും ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ. എല്ലാം കൂടി എനിക്ക് മിക്സ് ആക്കട്ടെ. ഈ പരുവത്തിലാണ് ഉള്ള കൂട്ട്, കണ്ടല്ലോ. ഇനി ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്.
അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ കേക്ക് ടിന്നിൻ്റെ അകത്തേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നതാണ്. കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്കത് ടാപ്പ് ചെയ്യണം. കേക്കിൻ്റെ കൂട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു. ഇനി നമുക്കത് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ മേലെ നമ്മളെ ചക്കക്കുരുവിൻ്റെ പീസ് എടുത്ത് വെക്കണം. ഇതാണ് ചക്കക്കുരുവിൻ്റെ പീസ് ഞാൻ ഇടി എടുത്ത് വെച്ചതാണ്. ഇത് ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരുവിൻ്റെ കേക്കായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അണ്ടിപ്പരിപ്പ് വേണ്ട, ഇതാണ് നല്ലതെന്ന്. അങ്ങനെയാണ് ഇതിങ്ങനെ പീസ് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഗൈസ്. ഇപ്പോൾ കുക്കറിൽ തന്നെയാണ് ഞാനിതാക്കുന്നത്. കുക്കറാണ് ഞാൻ ഇപ്പോൾ അടുപ്പത്ത് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഭാഷയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ. അപ്പോൾ ഓക്കെ, എല്ലാ ചക്കക്കുരുവും ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? കാണാൻ തന്നെ ഭംഗിയില്ലേ? അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ എടുത്ത് വെക്കട്ടെ. ഇതാ കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിന് മൂടട്ടെ. കുക്കറിൻ്റെ മൂട് അടച്ചിട്ടുണ്ട്. ഇനി അതായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമുക്ക് കുക്കർ തുറന്ന് നോക്കിയാലോ. ഇതാ നമ്മളെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. ഇതാ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടൊന്നും കാണുന്നില്ല. അപ്പം ആയിട്ടുണ്ടാവും. ഞാൻ വാങ്ങട്ടെ. ഇതാ ഗൈസ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് തട്ടണം. ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ചക്കക്കുരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ആറിക്കഴിഞ്ഞിട്ട് പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് കാണാം. പ്ലേറ്റിൻ്റെ അകത്തേക്ക് ഒന്ന് തട്ടുന്നുണ്ടേ. ഇതാ ചൂടുണ്ട് ഗൈസ്, ശരിക്ക് തണ്ണിനില്ല. ഇതാ അടിപൊളി കേക്ക് ഇതാ ഇവിടെ കണ്ടല്ലോ. ഇതാ നല്ല സൂപ്പറായിട്ട് കിട്ടീന് കണ്ട. ഇതാ അടിപൊളിയല്ലേ ഗൈസ്? നമ്മളെ ചക്കക്കുരുവിൻ്റെ കേക്ക് സൂപ്പർ. ചൂടുണ്ട്. ഇതാ നല്ല സോഫ്റ്റാണ്. എന്തായാലും ഗോതമ്പ് പൊടി ഉണ്ടാകുന്നല്ലോ ഞാൻ ആക്കീന്. മൈദയല്ല, ഗോതമ്പ് പൊടിയാണ്. അപ്പം ഇതാ എൻ്റെ ചക്കക്കുരു കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും അടുത്തൊരു വീഡിയോവുമായിട്ട് വരാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ ഗൈസ്, മറന്നു പോകരുതേ. അപ്പോൾ ഓക്കെ, ബൈ.